ദുരൂഹ സാഹചര്യത്തിൽ ബീഹാറിൽ മരിച്ച റെയിൽവേ ബാസ്കറ്റ്ബോൾ താരം കെ.സി. ലിതാരയുടെ കുടുംബം ജപ്തി ഭീഷണിയിൽ. വട്ടോളി കാനറ ബാങ്ക് അധികൃതർ അടുത്ത മാസം വീട് ലേലത്തിൽ വയ്ക്കുമെന്ന് അറിയിപ്പ് നൽകി. പണം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലെന്ന് ലിതാരയുടെ അച്ഛൻ കരുണൻ പറഞ്ഞു. കോഴിക്കോട് കുന്നുമ്മൽ പാതിരിപ്പറ്റ സ്വദേശിനി കെ.സി. ലിതാര മരിച്ചിട്ട് 4 വർഷമാവുന്നതിനിടെയാണ് വീടിന് ജപ്തി ഭീഷണി. റെയിൽവേയിൽ ജോലി കിട്ടിയപ്പോൾ ലിതാര താമസിക്കാൻ പറ്റാതായ വീട് പൊളിച്ച് പുതിയത് നിർമ്മിക്കാനാണ് 16 ലക്ഷം രൂപ കനറ ബാങ്കിൽ നിന്ന് കടമെടുത്തത്. ലിതാരയുടെ മരണത്തോടെ തിരിച്ചടവ് മുടങ്ങി. കൂലിപ്പണിക്കാരനായ അച്ഛൻ കരുണന് വരുമാനം ക്യാൻസർ ബാധിതയായ ഭാര്യയുടെ ചികിത്സയ്ക്ക് തന്നെ തികയുന്നില്ല. വീട് നിർമ്മാണം നിലച്ചിട്ടും 4 വർഷമായി. ജപ്തി നോട്ടീസ് ബാങ്ക് അധികൃതർ കൈമാറിയിരുന്നെങ്കിലും തുടർ നടപടികൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് അറിയിപ്പ് ലഭിച്ചത്. ഇപ്പോൾ പലിശയടക്കം അടയ്ക്കേണ്ടത് 24 ലക്ഷത്തിലേറെ രൂപയാണ്. ഇതോടെ വീട് വിട്ടിറങ്ങേണ്ട സ്ഥിതിയിലാണിവർ. താങ്ങാനാത്തൊരു സംഖ്യയാണ് ഇപ്പം വന്നിരിക്കുന്നത്. 16 ലക്ഷത്തോളം ലോൺ എടുത്തതാണ്. അതും മോളെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് പൈസ ബാങ്ക് തന്നത്. പിന്നെ എൻ്റെ കോപ്പറേറ്റീവ് ഇവിടെ സ്ഥലത്തിൻ്റെ അങ്ങനെയാണ് ഈ ലോണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ മെഞ്ഞാന്നാണ് ജപ്തി നോട്ടീസ് വന്നത്. 2022 ഏപ്രിൽ 26 ലിതാരയെ ബീഹാറിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കോച്ചിൽ നിന്ന് ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായി ലിതാര സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പരാതി പറഞ്ഞിരുന്നു. കുടുംബം പരാതി നൽകിയെങ്കിലും മരണത്തിലെ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. ജപ്തിയിൽ നിന്നും കുടുംബത്തിന് രക്ഷ നേടാൻ ബാങ്ക് അധികൃതരുടെയോ ഉദാരമതികളുടെയോ സഹായം വേണ്ട സാഹചര്യമാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.